വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയതിനെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി SDPI തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനവും ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതി ബില്ല് കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസ് സംസാരിച്ചു. സമൂഹത്തിന്റെ പൊതുനന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വിശ്വാസി അവന്റെ ഇഷ്ടപ്പെട്ടതിൽ നിന്നും ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് നൽകിയ സ്വത്താണ് വഖഫ്. അത് ഒരു സുപ്രഭാതത്തിൽ RSS അജണ്ടയാക്കി പൂർവികർ നൽകിയ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് മുതിരുന്നതെന്നും എന്ത് വില കൊടുത്തും അതിനെ എതിർക്കുക തന്നെ ചെയ്യുമെന്നും മുഹമ്മദ് റഹീസ് പറഞ്ഞു. 8.6 ലക്ഷം വഖഫ് സ്വത്തുക്കൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.25 കോടി ലക്ഷം രൂപയുടെ വഖഫ് സ്വത്തുക്കൾ ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. 1.25 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ, കേരള സംസ്ഥാനത്തിന്റെ ഒരു വർഷത്തെ വാർഷിക ബജറ്റിന് തുല്യമായിട്ടുള്ള സ്വത്തുക്കൾ, വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് സ്വത്തുക്കളുടെ വില നിർണയിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ സ്വത്തുക്കളുടെ വിനിയോഗം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് വഖഫിന് ഉണ്ടായിട്ട് പോലും ഇന്ന് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും കൃത്യമായിട്ടുള്ള വഖഫ് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കനുസരിച്ചുകൊണ്ട് കേരളത്തിൽ പോലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിൽ വലിയ രീതിയിലുള്ള ചതിയാണ് നടക്കാൻ പോകുന്നതെന്നും മുഹമ്മദ് റഹീസ് കൂട്ടിച്ചേർത്തു. ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ചുകൊണ്ട് മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു. പ്രകടനം താഴെപ്പാലത്ത് നിന്നും തുടങ്ങി നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ഹംസ അന്നാര അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആദംകുട്ടി സ്വാഗതവും സലീം കല്ലിങ്ങൽ നന്ദിയും പറഞ്ഞു. അബ്ദുറഹ്മാൻ, ഹമീദ്, ഫൈസൽ ബാബു, CP റഫീഖ്, ഷിഹാബ്, ഷറഫുദ്ദീൻ, അൻസാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം.